എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷൈജു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളിലേക്ക് അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഓരോരുത്തരും കേട്ടിട്ടുണ്ടാവും, നമ്മുടെ മുമ്പിലേക്ക് വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണ് നമ്മുടെ കമ്പനി ബോർഡ് കോർപ്പറേഷൻ LGS പരീക്ഷ. കമ്പനി ബോർഡ് LGS പരീക്ഷ ഇത്രയും ഗ്ലാമറസ് ആകാനുള്ള പ്രധാന കാരണം എന്തെന്ന് ചോദിച്ചാൽ അതിനുള്ളിൽ നടക്കുന്ന അഡ്വൈസുകൾ അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റുകളാണ്. ഒരുപാട് നിയമനങ്ങൾ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ് ഈ പറയുന്ന കമ്പനി ബോർഡ് LGS പരീക്ഷ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മുടെ കരിയർ കാലഘട്ടത്തിലെ ഏറ്റവും നിർണായകമായ ഈ ഒരു സമയത്ത് നമുക്ക് കിട്ടിയ വലിയൊരു അവസരമായിട്ട് ഇതിനെ മുമ്പിൽ കണ്ടുകൊണ്ട് കൃത്യമായിട്ട് അത് ടാർഗറ്റ് ചെയ്തുകൊണ്ട് പഠിച്ച് ഈ ഒരു തസ്തിക എങ്ങനെയെങ്കിലും അടിച്ചെടുക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ഇനി നിങ്ങൾ ഒരു 7ാം ക്ലാസ് യോഗ്യത ഉള്ള ഉദ്യോഗാർത്ഥിയാണെന്ന് കരുതുക. നിങ്ങൾ 7ാം ക്ലാസ് പാസ്സായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പരീക്ഷയ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തേ പറ്റൂ. കാരണം അത്രമേൽ ഇമ്പോർട്ടൻസ് ഉള്ള വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ് നമ്മുടെ കമ്പനി ബോർഡ് LGS പരീക്ഷ. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന വിവിധ കമ്പനികളിലും അതേപോലെ വിവിധ ബോർഡുകളിലേക്കും കോർപ്പറേഷനിലേക്കും ആയിരിക്കും നമ്മൾക്ക് നിയമനം കിട്ടുന്നത്. അതുവഴി നമുക്ക് കരിയറിൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുവാൻ സാധിക്കും. ഇനി നമ്മുടെ സാലറി എന്ന് പറയുന്നത് അതാത് കമ്പനി അല്ലെങ്കിൽ ബോർഡ് കോർപ്പറേഷനിലെ ഓരോ സാലറി ഓരോരുത്തർക്കും വ്യത്യസ്തമായതുകൊണ്ട് ഞാൻ സാലറിയുടെ കാര്യം ഇവിടെ എടുത്തു പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ഒരു 7ാം ക്ലാസ് പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥി എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു സർക്കാർ ജോലി വേണമെങ്കിൽ തീർച്ചയായിട്ടും മക്കളെ ഈ പറയുന്ന നമ്മുടെ കമ്പനി ബോർഡ് LGS പരീക്ഷകൾക്ക് നിങ്ങൾക്ക് തയ്യാറെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് എൻ്റെ ഈ ഒരു വീഡിയോ കേട്ട് കഴിഞ്ഞതിന് ശേഷം എത്രയും പെട്ടെന്ന് നിങ്ങൾ നമ്മുടെ PSC പ്രൊഫൈലിനകത്തേക്ക് പോവുക. അവിടേക്ക് കടന്നു പോയിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് 423/2025 എന്ന് പറയുന്ന നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെ പരീക്ഷയ്ക്ക് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുക. മറന്നു പോകണ്ട, 423/2025 ആണ് നമ്മുടെ കാറ്റഗറി നമ്പർ. അപ്പം നമ്മൾ വിചാരിക്കും കുറച്ച് ദിവസം കഴിയട്ടെ, അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറഞ്ഞാൽ ഡിസംബർ 3-ാം തീയതി വരെ ഇല്ലേ. നിങ്ങൾ പോകണ്ട, അങ്ങനെ ചിന്തിക്കേണ്ട. എത്രയും പെട്ടെന്ന് അപേക്ഷ കൊടുക്കുക. സിലബസിന്റെ ഹാർഡ് കോപ്പി കൂടി എടുത്തിട്ട് പഠനം എത്രയും പെട്ടെന്ന് ആരംഭിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷ ആയതുകൊണ്ട് അത്യാവശ്യം പെട്ടെന്ന് ജോലി വേണം എന്ന് ചിന്തിക്കുന്ന ഓരോരുത്തരും ഈ പരീക്ഷയ്ക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് പഠിച്ചു തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ചില ആളുകളൊക്കെ സിലബസിന്റെ 5% കവർ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് സമയമുണ്ട്. നല്ല രീതിയിൽ പ്ലാൻ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ 2026 പകുതിയോടുകൂടി നടക്കാൻ പോകുന്ന ഈ ഒരു പരീക്ഷ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. പരീക്ഷയുടെ ഈ എങ്ങനെയാണ് പരീക്ഷ നടക്കുന്നത്, എത്ര ഘട്ടങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് അവസാനം നിങ്ങളോട് പറഞ്ഞു തരാം. തൽക്കാലത്തേക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഒരു കാറ്റഗറി നമ്പർ നോട്ട് ചെയ്യുക. 423/2025 എന്ന് പറയുന്ന ഈ ഒരു തസ്തികയാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കാൻ പോകുന്നത്. ഡിസംബർ 3-ാം തീയതി വരെ അവസാന തീയതി ഉണ്ടെങ്കിലും നിങ്ങൾ എത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്ത കാൽവെപ്പുകൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായതുകൊണ്ട് എത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇനി അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾ ഒരിക്കൽ കൂടി നിങ്ങളുടെ പ്രൊഫൈലിനകത്തേക്ക് നിങ്ങൾ കടന്നുപോയിട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് എന്ന് ഒരിക്കൽ കൂടി ഉറപ്പ് വരുത്തേണ്ടത് കൂടി അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം. മക്കളെ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 2/1/1989 മുതൽ 1/1/2007 വരെ ഈ 2 തീയതികൾ ഉൾപ്പെടെ ആ ഒരു ഡേറ്റിനകത്താണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അപേക്ഷ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. കണ്ടോ? അപ്പൊ നിങ്ങൾ ഒരു ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥിയാണ്, നിങ്ങൾക്ക് റിസർവേഷൻ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് 2/1, അതായത് ജനുവരി മാസം 2-ാം തീയതി 1989 എന്ന് പറയുന്ന വർഷത്തിൽ അവിടുന്ന് തുടങ്ങി ആ ഡേറ്റും എടുക്കാം. അവിടുന്ന് തുടങ്ങിയിട്ട് 1/1/2007 വരെ അതിനകത്താണ് വന്നതെങ്കിലോ അതിൽ ഇൻക്ലൂഡഡ് ആണെങ്കിലോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇനി OBC കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും
3 വർഷത്തെ ഇളവുണ്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയിൽ ഉണ്ടാകണം. നിങ്ങളൊരു SC/ST കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് 5 വർഷത്തെ ഇളവ് കൂടി അവിടെ പറയുന്നുണ്ട്. ഇത് ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ ഡൗട്ടുകൾക്കും അതേ കമൻറ്റിന് തന്നെ നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ കൂടി ചെയ്ത് നിങ്ങളുടെ സംശയങ്ങൾ പരിഹരിക്കാവുന്നതാണ്. ഇനി ഒന്നുമില്ല മക്കളെ, 7ാം ക്ലാസ് നിങ്ങൾ പാസ്സാണോ ഒന്നും നോക്കണ്ട. ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് തയ്യാറെടുക്കുക, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. 7ാം ക്ലാസ് നിലവാരത്തിലുള്ള ഒരു പരീക്ഷയാണിത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ കാട് കയറി ആഴത്തിലുള്ള പഠനത്തിലേക്ക് പോകണ്ട. ഒരു 10ാം ക്ലാസ് വരെ വരാൻ സാധ്യതയുള്ള പാഠപുസ്തകങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾ പാഠപുസ്തകങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് SCERT ടോപ്പിക്കുകൾ ഏറ്റവും ഭംഗിയായിട്ട് വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പരീക്ഷ വലിയ ബുദ്ധിമുട്ടില്ലാതെ നിങ്ങളുടെ കയ്യിലിരിക്കുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും ഇനി നമ്മൾ അറിയേണ്ടത് നിലവിലെ റാങ്ക് ലിസ്റ്റിന്റെ അവസ്ഥ കൂടി അറിഞ്ഞിട്ട് വേണം സ്വാഭാവികമായിട്ട് നിങ്ങളുടെ പഠന തീവ്രത വർദ്ധിപ്പിക്കുവാൻ. മക്കളെ, നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതിടാ. അതായത് ഇപ്പോൾ നിലവിലെ റാങ്ക് ലിസ്റ്റ് വന്നത് 12/1/2024, അതായത് 2024 ജനുവരി 12-ാം തീയതിയാണ് നിലവിലെ റാങ്ക് ലിസ്റ്റ് വന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും മക്കളെ 2027 ജനുവരി 11-ാം തീയതി ആകുമ്പോൾ ആ റാങ്ക് ലിസ്റ്റ് അവസാനിക്കും. ഇപ്പം സ്വാഭാവികമായിട്ടും 2025-ന്റെ അവസാന സമയത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുക. ഇനി നമ്മുടെ മുമ്പില് ഡിസംബർ എന്ന് പറയുന്ന ഒരു മാസം കൂടി ഉണ്ട്. അതിനുശേഷം 2026 മുഴുവനായിട്ടുമുണ്ട്. 2026-ലെ ആ 12 മാസവും ഈ പറഞ്ഞ ഡിസംബർ ഒരു മാസം കൂടി ചേരുമ്പോൾ 13 മാസം കൂടി തീർച്ചയായിട്ടും ഈ റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ട്. ഇപ്പോൾ തന്നെ 3712 പേരുടെ മെയിൻ ലിസ്റ്റ് വന്നതിന് ശേഷം നിങ്ങൾ ആലോചിച്ചോണം, 3712 പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം. ഇനിയും 13 മാസം ബാക്കി നിൽക്കെ 2474 പേർക്ക് നിയമനം കെടുത്തുകൊണ്ട് ആ ഒരു തസ്തിക ഏറ്റവും ഗ്ലാമറസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ കത്തി നിൽക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 3712 പേര് മാത്രമേ ഉള്ളൂ മെയിൻ ലിസ്റ്റിലെ. ആ ഒരു സാഹചര്യത്തില് ഇപ്പോൾ അതായത് ഈ പറയുന്ന 24/10/2025 വരെ എത്ര അഡ്വൈസ് പോയിട്ടുണ്ടെന്ന് ചോദിച്ചാല് 2500-നോടടുത്ത് അഡ്വൈസുകൾ പോയതായിട്ടാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത 13 മാസത്തിനുള്ളിൽ സ്വാഭാവികമായിട്ടും ആ റാങ്ക് ലിസ്റ്റിലെ മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം കിട്ടുകയോ അല്ലെങ്കിൽ 90% ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം കിട്ടുന്ന ഒരു ചരിത്രമോ ആയിട്ട് ഈ റാങ്ക് ലിസ്റ്റ് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് തന്നെയാണ് ഈ റാങ്ക് ലിസ്റ്റിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഈ തസ്തികയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതാണ്. അതായത് നമുക്ക് കുറച്ച് റാങ്ക് വളരെ മോശമാണെങ്കിൽ പോലും നമുക്കവിടെ നിയമനം കിട്ടും എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അപ്പൊ അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക്, എത്രയും പെട്ടെന്നൊരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തീർച്ചയായിട്ടും കമ്പനി ബോർഡ് LGS പരീക്ഷകൾക്ക് നിങ്ങൾക്ക് തയ്യാറെടുക്കാവുന്നതാണ്. നിങ്ങളെ സ്വാഭാവികമായിട്ടും പിറകോട്ട് വലിക്കാൻ 1000 നാവുകളും 1000 കരങ്ങളും ഉണ്ടാകും. പക്ഷേ വിജയിക്കണം എന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അതിനെ പിറകോട്ട് വലിക്കാൻ ആർക്കും സാധിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് വലിയ പ്രതീക്ഷയോടുകൂടി വലിയ ദൃഢനിശ്ചയത്തോടു കൂടി നിങ്ങൾ കമ്പനി ബോർഡ് LGS പരീക്ഷകൾക്ക് തീർച്ചയായിട്ടും തയ്യാറെടുക്കണം കുഞ്ഞുങ്ങളെ. കാരണം ഇതുപോലെ ഒരു അവസരം ഇനി ഒരു 3 വർഷം കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ മുമ്പിലേക്ക് വരുത്തുള്ളൂ. അതുകൊണ്ട് ഒന്നും വിചാരിക്കേണ്ട. നിങ്ങൾ എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന ഓരോരുത്തരും വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ വെൽ ഫോക്കസ്ഡ് ആയിട്ട് ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കണം എന്ന് മാത്രമേ നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളൂ. കാരണം ഇത്രമേൽ വലിയൊരു അവസരം നിങ്ങളുടെ മുമ്പിൽ വന്നതിന് ശേഷം നിങ്ങൾ ഇനിയും അത് തട്ടിത്തെറിപ്പിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു അവസരം ഇനി നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ പറയുന്ന കമ്പനി ബോർഡ് LGS പരീക്ഷകൾക്ക് തീർച്ചയായിട്ടും തയ്യാറെടുക്കേണ്ടതായിട്ടുണ്ട്.
വെറും 7ാം ക്ലാസ് യോഗ്യതയിലെ നിങ്ങളുടെ കരിയറിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഫസ്റ്റ് എൻട്രി ആയിട്ട് വേണമെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു തസ്തികയെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഒന്നും വിചാരിക്കേണ്ട, ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ നോക്കിക്കേ, 2007 എന്ന് പറയുന്ന റാങ്കിൽ വന്ന ഒരു ഉദ്യോഗാർത്ഥി, 2007 അവന്റെ റാങ്ക് എന്ന് കരുതുക. അവൻ ഓപ്പൺ കോട്ടയാണ്, അവന് റിസർവേഷൻ ഒന്നുമില്ല. കണ്ടോ, അവന് വരെ അഡ്വൈസ് പോയി കഴിഞ്ഞിരിക്കുകയാണ്. 2007 എന്ന് പറയുന്ന റാങ്ക്, 2007 എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, 3712 പേരുടെ വലിയൊരു ലിസ്റ്റിനകത്ത് 2007 എന്ന് പറയുന്ന റാങ്കിൽ നിൽക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് നിയമനം പോയി കഴിഞ്ഞിരിക്കുകയാണ്. സോ മെയിൽ ഫീമെയിൽ പ്രത്യേകമായിട്ടാണ് അഡ്വൈസുകൾ പോകുന്നത്. കാരണം ചില ഡിപ്പാർട്ട്മെന്റ്, ചില കമ്പനികളിലൊക്കെ സ്വാഭാവികമായിട്ടും ഫീമെയിൽ പ്രിഫർ ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ട് കണ്ടോ, ഫീമെയിൽ കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥി 2004 നിൽക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് പോയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതൊന്നും നിങ്ങൾ മനസ്സിൽ വിചാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിലെ ഒരല്പം പിറകോട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും അഡ്വൈസുകൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അപ്പൊ ഇത് തന്നെ കണ്ടോ, ഇത് തന്നെ ഇനിയും 13 മാസം നിൽക്കുകയാണ്. ഒരു സർക്കാർ ഇറങ്ങുന്ന സമയം, അപ്പൊ സ്വാഭാവികമായിട്ട് കുറച്ചുകൂടി അഡ്വൈസുകൾ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഏറ്റവും കൂടുതൽ അഡ്വൈസുകൾ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്വത്തോടു കൂടി ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി പരീക്ഷയുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ വലിയൊരു ആശങ്ക, അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഈ ഒരു പരീക്ഷയുടെ തീയതിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടിന് വരത്തില്ല. അതായത് എന്തായാലും ഇതുപോലെ ഒരു സാധ്യത അടുത്ത ഒരു 3 വർഷത്തേക്ക് നിങ്ങളുടെ മുമ്പിൽ വരത്തില്ല എന്നുള്ള കാര്യം ഉറപ്പായല്ലോ. അതിനകത്ത് എന്തെങ്കിലും വ്യക്തതയുണ്ടോ? വ്യക്തതക്കുറവുണ്ടോ? ഇല്ലല്ലോ. ഇതുപോലെ ഒരു സാധ്യത, അതായത് ഒരു സർക്കാർ ജോലി സ്വപ്നം കാണുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു സുവർണ അവസരമായിട്ട് ഈ പറയുന്ന കമ്പനി ബോർഡ് LGS പരീക്ഷ നിങ്ങൾ കാണുക. ഇനി അവസാനമായിട്ട് ഒരേ ഒരു കാര്യം കൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ മക്കളെ, ഈ ഒരു പരീക്ഷയുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നുണ്ടാവും, സാറേ എന്തായാലും പഠിക്കാൻ തീരുമാനിച്ചു, കാരണം ഇതുപോലെ ഒരു അവസരം അടുത്ത 3 വർഷത്തേക്ക് കിട്ടത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യതയാണ്. ഓക്കെ, ഇനി പരീക്ഷയുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ പോകുമ്പോൾ സിലബസ് നോക്കുക. ഒരു 100 മാർക്കിന്റെ ഒരു എഴുത്തു പരീക്ഷ, ഒരു OMR പരീക്ഷയാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്. ചിലപ്പോൾ 2 ഘട്ടമായിട്ട് നടക്കാം. ഒരു പ്രിലിംസിന്റെ പരീക്ഷ ഒരു മെയിൻസിന്റെ പരീക്ഷയുമായിട്ട് വേണമെങ്കിൽ നടക്കാം. അതൊരു സാധ്യതയാണ്, അതിനെ തള്ളിക്കളയാൻ പറ്റുന്നില്ല. കാരണം ഇതൊരു സ്റ്റേറ്റ് വൈഡ് പരീക്ഷയാണ്, സംസ്ഥാന തലത്തിൽ നടത്തുന്ന ഒരു പരീക്ഷയാണ്. സംസ്ഥാന തലത്തിൽ നടത്തുന്ന 10th ലെവൽ അല്ലെങ്കിൽ +2 ലെവൽ പരീക്ഷകൾക്ക് ഇതുവരെയും ഒറ്റഘട്ടമായിട്ട് നടത്തുന്നതിൽ വ്യക്തത വന്നിട്ടില്ല. ഒരു ജില്ലാതല പരീക്ഷയായിരുന്നുവെങ്കിൽ ഒരൊറ്റ പരീക്ഷയായിട്ട് മാറിയേനെയായിരുന്നു. ഇതൊരു സംസ്ഥാനതല പരീക്ഷ ആയതുകൊണ്ട് ചിലപ്പോൾ 2 ഘട്ടങ്ങളിലായിട്ട് നടക്കാം. അതായത് ഒരു പ്രിലിംസിന്റെ പരീക്ഷയും ഒരു മെയിൻസിന്റെ പരീക്ഷയുമായിട്ട് നടക്കാം. അങ്ങനെ സാധ്യത മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെ ചിലപ്പോൾ, അതായത് ഒരേ സിലബസിൽ ഒരു മാറ്റവും ഇല്ല. അതായത് GK 80 മാർക്ക്, മാത്സ് 20 മാർക്ക്, അത്രേ ഉള്ളൂ. ഇംഗ്ലീഷ് നിങ്ങൾ പഠിക്കണ്ട. സ്വാഭാവികമായിട്ട് ഇംഗ്ലീഷ് അറിയാത്ത ഒരുപാട് പേരുണ്ട്. ഇംഗ്ലീഷ് ഭയങ്കര ബുദ്ധിമുട്ടാണ് സാറേ, ഇംഗ്ലീഷ് ഉള്ളത് കൊണ്ട് നമുക്ക് പല പരീക്ഷകൾക്കും തയ്യാറെടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒക്കെ വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് GK പഠിക്കാൻ ഇഷ്ടമാണ്, കണക്ക് പിന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, ഞാൻ പഠിപ്പിച്ചോളാം, അത് നിങ്ങൾ മൈൻഡ് ചെയ്യുക വേണ്ട. കാരണം സിമ്പിൾ മാത്സ് മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് കണക്കിന്റെ കാര്യം അങ്ങ് വിട്ടേക്ക്. കണക്കിന്റെ 20 മാർക്കിനകത്ത് ഒരു 10-18 മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ തീർച്ചയായിട്ടും ഇവിടെ പ്രിപ്പറേഷൻ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കും. അതിനകത്ത് ഒരു കുറവും ഉണ്ടാവത്തില്ല. നിങ്ങൾക്കൊന്നും അറിയാത്ത ഒരു ഉദ്യോഗാർത്ഥി ആണെങ്കിൽ പോലും മാത്സിനകത്തൊരു 10-18 മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിൽ തീർച്ചയായിട്ടും ഇവിടുന്ന് ക്ലാസ്സുകൾ ഉണ്ടാവും. അതിനകത്ത് നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. GK വിഷയങ്ങൾക്ക് 80 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ GK വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്നു, സാറേ ഞങ്ങൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ GK പഠിക്കാൻ താല്പര്യമില്ല, എന്നിരുന്നാലും GK ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാം. ഇതുപോലൊരു വലിയ സാധ്യത നിങ്ങളുടെ മുമ്പിൽ ഇനി ജീവിതത്തിൽ കിട്ടാനും പോകുന്നില്ല. അതാണ് മറ്റൊരു വസ്തുത. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ കിട്ടിയ ഈ ഒരു വലിയൊരു സാധ്യതയെ നിങ്ങൾ മുമ്പിൽ കണ്ടുകൊണ്ട് എങ്ങനെയെങ്കിലും, അതായത് 2027 പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുമ്പോൾ
നിങ്ങളുടെ പേര് ആദ്യത്തെ 1000-നകത്ത് വന്നാലും മതിയടാ, അത്രേ ഉള്ളൂ. ഞാൻ കൂടുതലൊന്നും നിങ്ങളോട് പറയത്തില്ല. ആദ്യത്തെ 1000-നകത്ത് വന്നാലും ജോലി കിട്ടും, ഉറപ്പായിട്ടും. അത് ഷുവറാണ്. പുതിയ റാങ്ക് ലിസ്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ ഇത്രയും നിയമനങ്ങൾ ഉറപ്പായിട്ട് നടക്കുമെന്ന് വ്യക്തതയോടുകൂടി പറയാൻ പറ്റുന്ന ഒരേ ഒരു തസ്തിക എന്ന് പറഞ്ഞാൽ കമ്പനി ബോർഡ് LGS പരീക്ഷയാണ്. ഈ കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്ക് ഇത് വരട്ടെ 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 എന്ന് പറഞ്ഞുകൊണ്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന എത്രയോ പേരെ നമുക്കറിയാമെന്നറിയോ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഇതിനകത്ത് വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി പോകരുത്. തീർച്ചയായിട്ടും വലിയ ഉത്തരവാദിത്വത്തോടു കൂടി നിങ്ങൾ മുമ്പോട്ട് നീങ്ങണം. സിലബസിനകത്ത് GKയും മാത്സും മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷ് പേടിയായിട്ടുള്ളവരൊക്കെ അതൊക്കെ അങ്ങ് കളഞ്ഞേക്കുക. നിങ്ങൾ കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും തയ്യാറെടുക്കണം. അപ്പൊ അതുകൊണ്ട് അത്തരത്തില് നിങ്ങളുടെ പ്രിപ്പറേഷൻ തുടക്കം മുതൽ അവസാനം വരെയും വളരെ ഗംഭീരമായിട്ട് അവസാനിപ്പിക്കുക എന്നുള്ള വലിയൊരു മിഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കമ്പനി ബോർഡ് LGS പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പുതിയ ബാച്ചുകൾ ആരംഭിച്ചിരിക്കുന്നത്. സോ നമ്മുടെ പുതിയ ബാച്ചുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SCRT 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പുതിയ പാഠപുസ്തകത്തിന് വലിയ പ്രാധാന്യം കൊടുത്ത് അവിടുത്തെ ഒരു പോയിന്റ് പോലും ഒഴിവാക്കാതെ ഓരോ ചാപ്റ്ററുകളും വ്യക്തതയോടുകൂടി നിങ്ങളെ ലൈവ് ക്ലാസ്സുകളിലും പഠിപ്പിച്ച് അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സുകളും നോട്ടും ഇനി ഒരാഴ്ച നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അതേപോലെ 6ാമത്തെ ദിവസം നിങ്ങൾക്ക് റിവിഷൻ നടത്തിയും അടുത്ത ആഴ്ച അങ്ങനെ ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ട് ഒരാഴ്ച നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത്, അടുത്ത ആഴ്ച എന്താണ് പഠിക്കേണ്ടത്, 3ാമത്തെ ആഴ്ച എന്താണ് പഠിക്കുന്നത്, 3ാമത്തെ ആഴ്ച പഠിച്ചു കഴിയുമ്പോൾ അതിൻ്റെ അവസാനത്തെ ദിവസത്തിലെ ഒരു റിവിഷൻ ക്ലാസ്സും പിന്നെ ഒരു 4 ആഴ്ച കഴിയുമ്പോൾ ഒരു മന്ത്ലി എക്സാമും ഒക്കെ ഉൾപ്പെടെയുള്ള പിന്നെ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ ഒരു OMR പരീക്ഷയൊക്കെ നടത്തി നിങ്ങളുടെ ആ ഒരു ആത്മവിശ്വാസം ഒരു പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ആത്മവിശ്വാസത്തിൽ എന്തെങ്കിലും കുറവുണ്ടാവുകയാണെങ്കിൽ ഒരു മോട്ടിവേഷൻ സെഷനൊക്കെ തന്നുകൊണ്ട് നിങ്ങളെ നയിക്കുവാൻ കൃത്യമായിട്ട് ഓരോ ദിവസങ്ങളും ഫലപ്രദമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന രീതിയിൽ നിങ്ങളുടെ കൂടെ ഒരു മെന്റർ കൂടി ഇവിടുന്ന് ഉണ്ടാവും. അപ്പൊ അത്തരത്തില് കൃത്യമായ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന 2027 നിലവിൽ വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിലെ 2026 പകുതിയോടുകൂടി നടക്കാൻ പോകുന്ന ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുവാൻ തീർച്ചയായിട്ടും നിങ്ങളെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളെ സഹായിക്കും. സോ അതിനുവേണ്ടി ഏറ്റവും പുതിയ ബാച്ചിൽ എത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കുക, സിലബസിന്റെ ഹാർഡ് കോപ്പി എടുത്ത് കയ്യിൽ വെക്കുക, എത്രയും പെട്ടെന്ന് ഈ നമ്പറിൽ വിളിച്ചുകൊണ്ട് നിങ്ങൾ ഏറ്റവും പുതിയ നമ്മുടെ കമ്പനി ബോർഡ് LGS പരീക്ഷകളുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അവിടുന്ന് നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് എന്താണ് പഠിക്കേണ്ടത്, ഓരോ ദിവസങ്ങളും എന്താണ് പഠിക്കേണ്ടത്, ഓരോ ആഴ്ചകൾ കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത്, നിങ്ങളുടെ മാർക്കിനകത്തെ വേരിയേഷൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിനനുസരിച്ച് എല്ലാ സാധ്യതകളും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈ ഒരു കമ്പനി ബോർഡ് LGS പരീക്ഷകൾക്ക് തയ്യാറെടുക്കാം. അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് ലൈവ് ക്ലാസ്സുകളിലേക്ക് ഉറപ്പായിട്ടും വരിക. നമുക്ക് അവിടെ ഒരുമിച്ച് കാണാവുന്നതാണ്. മറ്റൊരു യൂസ്ഫുൾ സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ ടേക്ക് കെയർ, ബൈ.